ഹേ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് നാളായിട്ട് ഒരു റൊട്ടേറ്റബിൾ ചെയർ വാങ്ങണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ ചെയർ നോക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ മയൂരി ഫർണിച്ചറിലാണ്. അത്യാവശ്യം നല്ല രീതിക്ക് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതായത് റൊട്ടേറ്റബിൾ ചെയർസിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് അവിടെ കാണാൻ പറ്റി. ഒരുപാട് കളക്ഷൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ചെയർ ഏതാണെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതിനു മുന്നേ കുറേയധികം ഓഫീസ് പർപ്പസിനും അല്ലാണ്ട് നമുക്ക് വീട്ടിലൊക്കെ ഡൈനിങ് ടേബിളിനാണെങ്കിലും ഇനിയിപ്പോൾ സിറ്റ് ഔട്ടിലാണെങ്കിലും എന്ത് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ വൈൽഡ് വെറൈറ്റീസ് ഓഫ് ചെയർസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അത് മാത്രമല്ല അലമാറാസ് ആണെങ്കിലും എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചെയറിനൊക്കെ 1100 സംതിങ് റുപ്പീസൊക്കെയാണ് പ്രൈസ് വരുന്നത്. അഫോർഡബിൾ പ്രൈസിനും അല്ലാതെ കുറച്ച് ഹെവി ആയിട്ടുള്ള പ്രൈസിലൊക്കെ അവൈലബിൾ ആണ്. വാർഡ്രോബും ഡൈനിങ് ടേബിളും അതോടൊപ്പം തന്നെ ചെയർസിൻ്റെ വൈൽഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ബീൻ സോഫാസ് ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒന്ന് പ്രൈസ് ഞാൻ ചോദിക്കണം എന്നിങ്ങനെ വിചാരിച്ചിട്ട് വിട്ടുപോയ കാര്യമാണ്. വീഡിയോയിൽ വോയിസ് ഓവർ ചെയ്ത സമയത്താണ് ഇപ്പോഴാണ് ഓർക്കുന്നത് പ്രൈസ് ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പിന്നെ കുറേ അധികം വൈൽഡ് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എല്ലാം തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള, നല്ല മോഡേൺ ടച്ച് ആൻഡ് ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു ഫിനിഷുള്ള ഫർണിച്ചേഴ്സിൻ്റെ കളക്ഷൻസ് ആൻഡ് ഡിസൈൻസ് ആണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ എന്തിനാണ് ചെയർ വാങ്ങാൻ പ്ലാൻ ഇട്ടതെന്ന് നോക്കുകയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഹെയർ സ്റ്റൈൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പം, അതായത് ഇൻഡോറിൽ ചെയ്യുമ്പം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് എന്താണെങ്കിലും ഒരു ചെയർ വേണം. ചെയർ വാങ്ങുമ്പോൾ നോർമൽ ചെയർ വാങ്ങുന്നതിനെക്കാട്ടിലും നല്ലത് ഇതേപോലത്തെ 360 ഡിഗ്രി, അതായത് റൊട്ടേറ്റബിൾ ചെയർ ആണ് എനിക്ക് യൂസ്ഫുൾ. കാരണം ഹെയർ സ്റ്റൈൽ വീഡിയോസൊക്കെ ചെയ്യുന്നത് കൊണ്ടിട്ട് അതുകൊണ്ടാണ് ഒരു ചെയർ വാങ്ങുന്നത്. ഞാൻ യൂട്യൂബ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചധികം വർഷമായി. ഞാൻ ഓരോ തിങ്സും, അതായത് എൻ്റെ യൂട്യൂബ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള തിങ്സൊക്കെ ഞാൻ യൂട്യൂബ് റവന്യൂ കൊണ്ടിട്ട് തന്നെയാണ് വാങ്ങുന്നത്. ഈ ഒരു ചെയർ വാങ്ങാൻ പ്ലാനിട്ട് പോയപ്പോൾ പോലും ഇതിൻ്റെ റവന്യൂ പോലും യൂട്യൂബിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് കിട്ടിയ റവന്യൂ വെച്ചിട്ടാണ് വാങ്ങുന്നത് കേട്ടോ. അല്ലാണ്ട് ഞാൻ എക്സ്ട്രാ എക്സ്പെൻസ് ഒന്നും ഇന്നേ വരെ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടില്ല. ഈ ഒരു കാര്യം ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു യൂട്യൂബ് കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെങ്കിൽ ആദ്യം നമുക്ക് ഇങ്ങോട്ട് റവന്യൂ കിട്ടിയതിന് ശേഷം നമ്മൾ യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരുപാട് ഓവറായിട്ട് ആദ്യമേ തന്നെ നമ്മൾ എക്സ്പെൻസീവായിട്ട് നമ്മൾ ഡിസപ്പോയിൻമെൻറ്റിലേക്ക് എത്തിക്കുന്ന വിധത്തിലാവാണ്ടിരിക്കട്ടെ.